ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രിന്റൗട്ടിനൊപ്പം 7 ദിവസത്തിനുള്ളിൽ എടുത്ത മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഒറിജിനൽ ID-യും കയ്യിൽ കരുതണം. അതവർ കൃത്യമായി വെരിഫൈ ചെയ്യും. അവിടെ തന്നെ പാർക്കിംഗ് ഫീയും ക്യാമറ ഫീയും ഉൾപ്പെടെ ഈടാക്കും. ശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകും. നമ്മള് കേരളത്തിലെ ഏറ്റവും നല്ല ജൈവ വൈവിധ്യ വനമേഖലയിലൊന്നും ഏറ്റവും ഹാർഡസ്റ്റായ ട്രക്കിംഗ് റൂട്ടായ ആസനത്തിലേക്ക് നമ്മൾ ട്രക്ക് ചെയ്യാൻ വന്നവരാണ്. ധാരാളം വന്യമൃഗങ്ങളുടെ ആവാസ സ്ഥലവും എപ്പോ വേണമെങ്കിലും ശക്തമായ മഴ, മഞ്ഞ്, കാറ്റ് എന്നിവ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഒന്നും മഴയില്ലെങ്കിലും മെനഞ്ഞാന്നൊക്കെ അവിടെ ശക്തമായ മഴയായിരുന്നു. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വഴിനീളെ ഒരു പ്ലാസ്റ്റിക് പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അത്ര ക്ലീൻ ആയിട്ടാണ് നമ്മൾ ഈ വനത്തെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് ദയവേത് പ്ലാസ്റ്റിക്, സോപ്പ്, ഷാമ്പു, പെർഫ്യൂംസ്, ലഹരി പദാർത്ഥങ്ങൾ, പൂജാ സാധനങ്ങൾ, കത്തി, ലൈറ്റർ തുടങ്ങിയ ഒരു സാധനവും നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകരുത്. ലഹരി പദാർത്ഥങ്ങൾ ഏതെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ട്രക്കിംഗ് തുടരാൻ അനുവദിക്കുന്നതല്ല. നിർദ്ദേശങ്ങൾക്ക് ശേഷം ബാഗുകൾ പരിശോധിച്ച് പ്ലാസ്റ്റിക്കോ ലഹരി വസ്തുക്കളോ കൊണ്ടുപോകുന്നില്ല എന്ന് ഉറപ്പാക്കും. ഇൻഡിവിജ്വലി 1-2 പ്ലാസ്റ്റിക് അനുവദനീയമാണ്. അത് കൃത്യമായി രേഖപ്പെടുത്തി ക്വാഷൻ ഡെപ്പോസിറ്റ് അടച്ചു വേണം മല കയറാൻ. ഒടുവിൽ ഒരു ഗൈഡും 10 പേരടങ്ങുന്ന ബാച്ചുമായി ട്രക്കിംഗ് ആരംഭിക്കുകയായി.